അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡേ ആണ്. എല്ലാരും തിരക്കായോണ്ട് ഞാനാണ് ഇന്ന് അച്ഛന്റെ കൂടെ. എന്താ മോളെ നിന്റെ പ്രശ്നം? അച്ഛന് വയ്യാത്തിന് വ്ലോഗ് ചെയ്യുന്നു നീ. എന്താ ഇങ്ങനെ? എന്റെ അമ്മ ഇവിടെ ഐസിയുലുണ്ട്, ക്രിട്ടിക്കല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഉറക്കത്തിൽ എണീറ്റ് ഉടനെ തന്നെ ഞാൻ പോയി, കാരണം അമ്മയ്ക്ക് ഞാൻ വന്നതിന് ശേഷമേ വീട്ടിൽ വന്ന് ഫ്രഷ് ആവാനായിട്ട് പറ്റൂ. അവിടെ നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. നീ അച്ഛനെ കൊണ്ട് ചികിത്സിച്ച സമയം കൊണ്ട് നീ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തേര്. അന്ന് ഉടനെ അച്ഛനും എനിക്കുള്ള ഫുഡ് എത്തി. ഞാനൊരു സാൻഡ്വിച്ചും അച്ഛൻ ചപ്പാത്തിയാണ് കഴിച്ചത്. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൈനർ സ്ട്രോക്ക് ആണ് വന്നത്. സോ 2 ദിവസം എടുത്തുള്ളൂ ഫുള്ളി റിക്കവർ ആവും. മോളെ നിനക്ക് അതിന്റെ ഒരു വിഷമവും ഞാൻ അതിൽ കാണുന്നില്ല. നീ ആ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ നടക്കുന്നത്. 2 മണി 3 മണിയായപ്പോ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. അച്ഛന് കഞ്ഞി കൊടുത്തിട്ട് മോള് ബിരിയാണി കഴിക്കുന്നു. ഇത് എവിടെ നടക്കും? എന്തിനാ ഇത്ര തൂക്കമുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണം. ഒന്നും കൂടി ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഫിസിയോതെറാപ്പി ഡോക്ടർ ഡിസ്ചാർജ് ആയതിനു ശേഷം ചെയ്യാൻ പറഞ്ഞു. ആ അച്ഛന്റെ അവസ്ഥ നോക്കിക്ക. അങ്ങനെ ഇപ്പൊ നിസ്സഹായതല്ല. അങ്ങനെ ഇപ്പൊ നടക്കും. അല്ലെങ്കിൽ അങ്ങനെ എണ്ണിച്ചെടുത്ത് തുറന്ന് കൊടുത്തേനെ വരുന്നത്. രാത്രി അച്ഛന്റെ ഫുഡ് വന്നപ്പോ ഞാനും കുറച്ച് ഫ്രൂട്ട്സ് മോളെ നീ അച്ഛനെ കൊടുക്കാനുള്ള ആഹാരവും കഴിക്കുവാണോ? നീ വ്ലോഗിന് വേണ്ടിയിലാണ് ചെയ്യുന്നത്, അതോ ആഹാരം കിട്ടാതെ ചെയ്യുന്നത്? അച്ഛന് ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചുകൂടാ, കാരണം ഡയബറ്റീസ് ഉണ്ട്. അത് മറക്കരുത്. പോകുന്ന മുന്നേ ഇതായിരുന്നു എന്റെ കോലം. അപ്പത്തിലുള്ള തെറ്റാ. അയ്യോ, ഇങ്ങനെ പെമ്മക്കൾ ഉണ്ടാവാനേ പുണ്യം ചെയ്യണം. നിന്റെ അച്ഛൻ ചാവാൻ കടന്നാലും നീ PP ഊതുവല്ലോ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ. വട്ടാണല്ലേ? അതെ. അയ്യോ, എങ്ങനെ മനസ്സിലായി? കണ്ടാറിയില്ലേ വീട്ടിലെ പറ്റം?